പാലായിൽ റബ്ബർ കർഷകരിൽ നിന്ന് കോടികൾ തട്ടിയ സഹകരണ സംഘത്തെ സർക്കാർ വഴിവിട്ട് സഹായിക്കുന്നതിന് തെളിവുകൾ തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തുകയായിരുന്നു. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു. പാലാ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ ലഭിച്ച 11 പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയത്. പരാതികളിൽ ഭൂരിപക്ഷവും കഴമ്പുള്ളതാണെന്നും തുടരന്വേഷണം നടത്താവുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. സൊസൈറ്റിക്ക് കീഴിൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചതിൽ സാമ്പത്തിക തിരിമറിയുണ്ടെന്നും ബോർഡംഗങ്ങൾ ക്രമക്കേട് നടത്തുകയാണെന്നതും അടക്കമുള്ള 8 പരാതികളിൽ സത്യമുണ്ടെന്ന് ഇതിൽ കൃത്യമായി പറയുന്നു. തുടർന്ന് സഹകരണ വകുപ്പ് വിജിലൻസ് വിഭാഗത്തെ കൊണ്ട് പ്രത്യേക അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി സഹകരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്തും നൽകി. എന്നാൽ ഇതുവരെയും അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. തട്ടിപ്പുകളെല്ലാം അക്കമിട്ട് നിരത്തിയാണ് അന്നത്തെ നിയമമന്ത്രിയായിരുന്ന KM മാണിക്ക് കേരള കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടുന്ന 100 കണക്കിന് കർഷകർ പരാതി നൽകിയത്. കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 131 കോടി രൂപയുടെ ബാധ്യതയാണ് സൊസൈറ്റിക്കുള്ളത്. 60 കോടിയോളം രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകാനുള്ളതാണ്. ആയിരക്കണക്കിന് റബ്ബർ കർഷകരെ നേരിട്ട് ബാധിക്കുന്ന തട്ടിപ്പായിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതിന്റെ കാരണമെന്തെന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.